കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത കോൺഗ്രസ് എംപിമാരെ ഇനി പാർലമെന്റ് കാണിക്കരുതെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ ഗർജിക്കാൻ കഴിയുന്ന എംപിമാർ മാത്രമേ ഇനി പോകാൻ പാടുള്ളൂ. അതിന് കരുത്തരായ ഇടതുപക്ഷ എംപിമാർ വേണം. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ തലതാഴ്ത്തി ഇരിക്കുകയായിരുന്നു UDF എംപിമാരെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത കോൺഗ്രസ് എംപിമാരെ ഇനി പാർലമെന്റ് കാണിക്കരുതെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ ഗർജിക്കാൻ കഴിയുന്ന എംപിമാർ മാത്രമേ ഇനി പോകാൻ പാടുള്ളൂ. അതിന് കരുത്തരായ ഇടതുപക്ഷ എംപിമാർ വേണം. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു UDF എംപിമാർ. ഇവർ കുറച്ചുനാളായി ഡൽഹിയിൽ പോയി വിശ്രമിച്ച് തിരികെ വരികയാണ്. ഒന്നും കൊടുക്കാതെ കേരളത്തെ നശിപ്പിക്കാനിറങ്ങിയ കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം പോലും ഇവർ ഉരിയാടിയിട്ടില്ല. ഇതിനാൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന യുവത്വം ഉയർന്നു വരണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ദ്രോഹ നയങ്ങൾക്കെതിരെ, ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി നമ്മൾ നടത്തിയ സമരമാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നരേന്ദ്രമോദിക്കെതിരെ ആ സർക്കാരിനെ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സമരം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലൊരു സമരം വ്യാപകമായ ജനപങ്കാളിത്തോടെ നടത്തിയത് കർഷക സമരമാണ്. മതേതരത്വം തകർക്കുകയും ഇന്ത്യയിലെ കർഷകന്റെ നടുവൊടിക്കുകയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച്, ഇപ്പോൾ ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതിന് ഉറച്ച തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനൊക്കെ മാത്രമേ കഴിയുകയുള്ളൂ. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ UDFനോ കഴിയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ. ഇവിടെ തകർക്കുന്ന ഏത് നടപടി എതിർക്കും എന്ന പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്ന് വോട്ട് ചെയ്തത് എന്ന് UDFകാർ മറന്നു. പിന്നീടുള്ള നാളുകളിൽ നരേന്ദ്രമോദിയെ ഭയന്ന് കാലിൻ്റെ ഇടയിൽ കയ്യും വെച്ച് പാർലമെൻറ്റിൻ്റെ മൂലയിലും ഡൽഹിയിലും ഉറങ്ങിയ കോൺഗ്രസിൻ്റെ എംപിമാർക്ക് ഇനി പാർലമെന്റ് കാണാൻ അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് മലയാളിയുടെ മനസ്സിലെ സ്വപ്നം. ഇനി കൊടുക്കില്ല. നിങ്ങൾക്കൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട. വാ തുറന്ന് മിണ്ടിയാൽ ED വീട്ടിലെത്തും എന്ന് പേടിക്കുന്ന കോൺഗ്രസ്സുകാരെ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ നേരിടുന്ന രാഷ്ട്രീയത്തിൽ ഭയന്ന് കഴിയുന്ന, നഷ്ടപ്പെടാൻ പലതുമുള്ള കോൺഗ്രസിൻ്റെ എംപിമാർക്ക് ഒരുപക്ഷെ മിണ്ടാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നൊരു പഴഞ്ചൊല്ല് ഞാൻ ആവർത്തിക്കുകയാണ്. മടിയിൽ ഖനമുള്ളവന് ഭയന്നാൽ മതി എന്ന് പറയും. മടിയിൽ ഖനമില്ലാത്ത ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരുമാണ് ഇവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മാവേലിക്കര പാർലമെന്റിൽ എത്തിയിരിക്കുന്നത് അരുൺകുമാറാണ്. വളരെ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ, കാണാൻ നല്ല വൃത്തിയും വെടിപ്പും സൗന്ദര്യവുമുള്ള, പേഴ്സണാലിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തെ പാർലമെന്റിലോ പുറത്തോ എതിർക്കുവാൻ കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്നില്ല. ഇവിടെ ബാബറി മസ്ജിദ് പണിഞ്ഞിടത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് 3 ആഴ്ച ആലോചിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. രാമക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി സ്വാമിയുടെ വേഷം കെട്ടുന്ന രാഹുൽ ഗാന്ധിയെയും നമ്മൾ കണ്ടവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് ആദർശങ്ങളോ ആശയങ്ങളോ തത്വദീക്ഷയോ ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസും UDFും അധപ്പതിച്ചിരിക്കുകയാണ്. ആരാ മുഖ്യമന്ത്രിയാവാൻ നടക്കുക? എല്ലാവർക്കും ആവണം. ശശി തരൂരിന് മുഖ്യമന്ത്രിയാകണം, സുധാകരന് മുഖ്യമന്ത്രിയാകണം, സതീശന് മുഖ്യമന്ത്രിയാകണം, പിന്നെ മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട്. ഇവിടുന്ന് പാർലമെന്റിൽ മത്സരിക്കുന്ന ആളിന് പോലും ആയാ കൊള്ളാമെന്നുണ്ട്. എല്ലാവരും കൊതിയന്മാരുടെ ഒരു മുന്നണിയായത് മാറി. അവരുടെ കാര്യത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത UDFനെ ഒരു കാരണവശാലും പാർലമെന്റിലേക്ക് നമ്മൾ ശക്തമായി നേരിടാൻ കഴിയണം. നമുക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ മന്ത്രിയായ ജയറാം രമേശ് ഉണ്ടാക്കിയ കോടാലിയാണ് ഇപ്പോഴത്തെ വന നിയമങ്ങൾ. അതിന്റെ ദുരന്തമാണ് ഇടുക്കിയിലും വയനാട്ടിലും കർഷകർ അനുഭവിക്കുന്നത്. കർഷകർ അനുഭവിക്കുന്ന പ്രയാസത്തിനെതിരെ കേന്ദ്ര സർക്കാർ കണ്ണടയ്ക്കുകയായിരുന്നു. ഇതിന് BJP സർക്കാർ ഉത്തരം പറയണമെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. GSTയും കോൺഗ്രസ് കൊണ്ടുവന്ന കെണിയാണ്. ഈ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് നാമാവിശേഷമാകും. വടകരയിൽ KK ശൈലജ വിജയിക്കുന്നതോടുകൂടി K മുരളീധരനും സഹോദരിയുടെ വഴി തിരഞ്ഞെടുക്കുമെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ന്യൂസ്